പക്ഷേ ഇവരാരും വന്നപ്പോഴത്തേക്കാളും വലിയൊരു ഇളക്കം ഉണ്ടാക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇദ്ദേഹത്തെ പ്രസിഡൻ്റായിട്ട് ആരും പ്രതീക്ഷിച്ചില്ല എന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചു കാണില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ തീരെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരാൾ. രണ്ടാമത് ഇദ്ദേഹത്തിന് എടുത്തു പറയാവുന്ന ചില മേന്മകളുമുണ്ട്. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒന്നാമത് രാഷ്ട്രീയക്കാരനല്ല. അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നു, യുവജന പ്രസ്ഥാനത്തിൽ നിന്നു, അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്നു വന്ന ആളല്ല. അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ആ ഒരു ടെക്നോക്രാറ്റ് ആയിരുന്നു. പിന്നീട് ഒരു ബിസിനസ്സുകാരനായിട്ട് മാറി. ഒരു വിജയിച്ച ബിസിനസ്സുകാരനാണ്. ഒരു വ്യവസായി എന്ന രീതിയിലാണ് അദ്ദേഹം, അതും ജനതാദളിൻ്റെ ആ ഒരു സ്വതന്ത്രനായിട്ടാണ് രാജ്യസഭയിലേക്ക് ജയിക്കുന്നത്. പിന്നെയാണ് BJP അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം കേന്ദ്രത്തിൽ സഹമന്ത്രിയായി. അപ്പോഴൊന്നും നമ്മൾ അദ്ദേഹത്തെ ഒരു BJP നേതാവായിട്ട് കണക്കാക്കിയിട്ടില്ല. അങ്ങനെ ഒരു BJPക്കാരനെ അല്ല അദ്ദേഹം. പിന്നീട് പുള്ളി തിരുവനന്തപുരത്ത് മത്സരിച്ചു. അപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഹൈടെക് പ്രചരണമായിരുന്നു. പിന്നെ പ്രൊഫഷണൽസാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തതകളുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി അദ്ദേഹം തിരുവനന്തപുരത്ത് പയറ്റി. ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും പരാജയപ്പെട്ടു. അപ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് രാജീവ്.